എന്താ ഉറക്കം വരുന്നു. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവർ. ഒരു സമാധാനം എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. ഞാൻ പെരുങ്കള്ളനാകും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അല്ല, നമ്മുടെ നാട്ടിലെ ബാറുകളാണോ ഇതുപോലത്തെ സർക്കാർ ആശുപത്രിയാണോ ആദ്യം പൂട്ടണ്ടേ? ചേട്ടൻ തന്നെ പറ. ഒരു പൈസ ഇല്ലാത്ത ഒരു പ്രൈവറ്റ് കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്നത്. വിരൽ മാറ്റാൻ വരുമ്പോ നാവ് മുറിക്കുക, കൈക്ക് കമ്പിയിടാൻ പറയുമ്പോ വേറെ കമ്പിയിടുക. ഒരബദ്ധം പറ്റിയതാ. അബദ്ധം ആദ്യം അവനെ പണി ജോലി ചെയ്യലും ചെയ്യും. അതുപോലെ വയറിനുള്ളിൽ കത്രി വെച്ച് മറന്നുക. ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്ന എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക ജീവിതമല്ലേ. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളൊന്നും ചോദിക്കൂല എന്നുള്ള ധാരണ ഇവർക്കുള്ളോണ്ടാ. നമ്മൾ ചോദിക്കണ്ടേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതെന്റെ വീട്ടിലെ കുളിമുറി മാറിപ്പോയതാന്ന് ഞാനും പറയും. ദിവസം ഇവിടെ വന്ന് കുളിക്കും ഞങ്ങൾ എല്ലാവരും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരുത്തനും ചോദിക്കൂല, ഒരുത്തനും നിങ്ങൾ നേരെ കൈ ചൂണ്ടൂല എന്നുള്ള ധാരണയാണെങ്കിൽ അത് വേണ്ട. നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സംസാരിക്കൂലേ? ജസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെന്നെ ഒന്ന് കൈയടിക്കോ? ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. താങ്ക് യു. വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സാധാരണക്കാർ അനുഭവിക്കുന്നത്, ഈ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാട് നിന്നും സാധാരണക്കാർ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. വിരൽ മാറ്റാൻ വരുമ്പോൾ നാവിന് ശസ്ത്രക്രിയ. അതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ വയറ്റിനകത്ത് കത്രിക വെച്ച് തുന്നിക്കിട്ടുക. പിന്നെ ഒരു യുവാവിന്റെ കയ്യിൽ കമ്പിയിട്ടപ്പോൾ അതിന്റെ പൊസിഷൻ മാറിപ്പോവാ, കമ്പി മാറിപ്പോവാ, ഇങ്ങനത്തെ പറഞ്ഞിട്ട് ഒരുപാട് അനാസ്ഥകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അയ്യോ, ഈശ്വരനാണ് സത്യം, ഞാൻ കൊന്നു അറിഞ്ഞൂടാ. ശേഖരന്റെ നാട്ടിൽ മേടിച്ച് നീ അടങ്ങുമല്ലടാ. എവിടെ നിനക്ക് പ്രാന്താളാ പന്നി? ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.